വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 2010, 11, 12 3 വർഷം ഞാൻ യൂണിവേഴ്സലിൽ +1 +2 പിന്നെ IIT ബാച്ചിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതാണ്. അതിനുശേഷം എനിക്ക് IIT ഖരഗ്പൂരിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് നേവൽ ആർക്കിടെക്ചറിൽ ഡ്യുവൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ അവിടെ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ഞാൻ IIT എക്സാം, നമ്മൾ IIT ബാച്ചാണല്ലോ, അപ്പോൾ IIT ആണ് ഫോക്കസ് ചെയ്യുന്നത്. അന്ന് IIT എന്ന് പറയുമ്പോൾ നമുക്ക് IIT മദ്രാസാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായത്. കാരണം നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള അജ്മൽ കെയും ഫവാസ് കെയും അവരെല്ലാവരും IIT മദ്രാസിലാണ് അവർ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വേറൊരു IITനെ കുറിച്ച് എൻ്റെ മനസ്സിലില്ല. ജസ്റ്റ് IIT മദ്രാസിൽ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മാക്സിമം പ്രിപ്പയർ ചെയ്തു. AF എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് യൂണിവേഴ്സലിന് മേ ബി ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ കടന്നുപോയൊരു വർഷങ്ങളാണ് 2011-12 സമയം. ഒരുപാട് അധ്യാപകർ ഇവിടെ നിന്ന് പോവുകയും അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചത്. പക്ഷേ AF ആ ഒരു ഡിറ്റർമിനേഷനും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയും കൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ തന്നെ വീണ്ടും ഇവിടെ യൂണിവേഴ്സലിൽ കൊണ്ടുവരികയും അവരിൽ പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. MK സാറും HR സാറും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള ഒരുപാട് നല്ല അധ്യാപകർ ഞങ്ങൾക്ക് തരികയും ഏറ്റവും നല്ല രീതിയിൽ കോച്ചിങ് തരികയും ചെയ്തു. അങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. IIT മദ്രാസ് ആണല്ലോ കിട്ടേണ്ടത്. എക്സാം കഴിഞ്ഞ് ഫസ്റ്റ് പേപ്പർ, സെക്കൻഡ് പേപ്പറൊക്കെ കഴിഞ്ഞ് അന്ന് IIT JEE ഒരു എക്സാമാണുള്ളത്. വളരെ മോശമായിരുന്നു എക്സാം. ഐ കുഡൻറ്റ് ഡു വാട്ട് ഐ എക്സ്പെക്റ്റഡ്. ഞാൻ എക്സാം കഴിഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി എനിക്ക് എന്തായാലും IIT കിട്ടില്ല എന്നുള്ളൊരു ദുഃഖത്തിലിരിക്കുകയാണ്. എന്നിരുന്നാലും ദൈവം സഹായിച്ച് ഐ കുഡ് ഗെറ്റ് ആൻ അഡ്മിഷൻ ഇൻ IIT ഖരഗ്പൂർ. IIT ഖരഗ്പൂർ എന്നുള്ളത് ഞാൻ ഓപ്ഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ബാക്കി എന്തായാലും IIT മദ്രാസ് കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. അതപ്പോൾ എല്ലാ IITകളിലും ഫസ്റ്റ് 8 IITസിൽ എന്തായാലും അപ്ലൈ ചെയ്യാന്നുള്ള ഒരു ഇതിൽ IIT ഖരഗ്പൂർ അപ്ലൈ ചെയ്തു. അതുവരെ എനിക്ക് IIT ഖരഗ്പൂരിനെ പറ്റി ഒന്നും അറിയില്ല. ഈവൻ ആഫ്റ്റർ കിട്ടിയതിന് ശേഷവും ഞാൻ ടിക്കറ്റ്, ഞങ്ങൾക്ക് അവിടെ അഡ്മിഷന് പോകണമല്ലോ, അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആക്ച്വലി ഗോരഖ്പൂരിലേക്കായിരുന്നു. അത്രയ്ക്കും ഗോരഖ്പൂരും ഖരഗ്പൂരും തമ്മിലുള്ള ഡിഫറൻസ് പോലും എനിക്കറിയാം. ഗോരഖ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ്. ഖരഗ്പൂർ അല്ലെങ്കിൽ ഖടഗ്പൂർ ആണ് ആക്ച്വലി IIT സ്ഥിതി ചെയ്യുന്ന വെസ്റ്റ് ബംഗാളിലുള്ള സ്ഥലം. അപ്പോൾ അതായിരുന്നു അവസ്ഥ. അപ്പോൾ നമ്മളെ പറഞ്ഞിട്ടും കാര്യമില്ല. അന്നത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ IIT കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ IIT എവിടെയാണ് കിട്ടിയത്, അവർക്ക് IITയും IITയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ഒരു കാലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇനി IITയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, അവാർഡ് വാങ്ങി ഒരുപാട് പേര് മെഡിക്കൽ MBBS അതുപോലുള്ള കോഴ്സുകളിൽ ഒരുപാട് പേര് അവാർഡ് വാങ്ങി. IITകളിൽ ജോയിൻ ചെയ്തവർ വളരെ കുറവാണ്. സോ IITക്ക് നമ്മൾ എന്തിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ജസ്റ്റ് ഞാൻ എൻ്റെ കോളേജിലെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ജസ്റ്റ് 1-2 കാര്യങ്ങൾ പറയാം. IIT ഖരഗ്പൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസുള്ള ഒരു സ്ഥാപനമാണ്. ഏകദേശം 2000 ഏക്കറോളം വിശാലതയിൽ സ്ഥിതി ചെയ്യുന്ന 20-ലധികം ഹോസ്റ്റലുകളിലുള്ള 20,000-ഓളം ആളുകൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് IIT ഖരഗ്പൂർ. അവിടെ ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസ് അവിടെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഗൂഗിൾ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചായ്, അതുപോലെ ഡൽഹി ചീഫ് മിനിസ്റ്ററായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ, ഇങ്ങനെ ഒരുപാട് ഫേമസ് പേഴ്സണാലിറ്റീസ് പഠിച്ച ഒരു സ്ഥാപനമാണ് IIT ഖരഗ്പൂർ. അവിടെ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ദൈവത്തിനെ സ്തുതിക്കുന്നു. അതിനുള്ള മേജർ ഫാക്ടർ ഓഫ് കോഴ്സ് യൂണിവേഴ്സൽ തന്നെയാണ്, പിന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സും മാനേജ്മെൻറ്റും എല്ലാം. ഇനി IITയിലുള്ള ഒരു ജസ്റ്റ് അവിടുത്തെ ഒരു പഠനം എങ്ങനെയാണ്, അതായത് ഞാൻ 5 വർഷത്തെ കോഴ്സായിരുന്നു. അതിൽ ആദ്യത്തെ 2 വർഷം കുറച്ച് നല്ല ടൈറ്റ് ഷെഡ്യൂൾ ക്ലാസ്സുകളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരുപാട് ഒഴിവ് സമയങ്ങൾ കിട്ടും. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് IITയിലുള്ള പഠിച്ച ആളുകൾ എന്തുകൊണ്ട് എൻജിനീയറിംഗ് ഫീൽഡിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, എന്തുകൊണ്ട് അവർ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളാണ് എന്തുകൊണ്ട് പൊളിറ്റിക്സിലേക്ക് പോയി, എന്തുകൊണ്ട്
വേറെ പലരും എൻ്റർടൈൻമെൻറ്റ്, സിനിമ മേക്കിംഗ്, അങ്ങനത്തെ പല ഡിഫറെൻറ്റ് മേഖലകളിലേക്കാണ് അവർ പോകുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇൻ IIT യു വിൽ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം. ഒരു 1-2 വർഷം നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഒഴിവ് സമയം കിട്ടും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മേ ബി ഒരു ദിവസം ഉച്ചവരെ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഫുൾ ഫ്രീ ആയിരിക്കും. ശനി ഞായർ ഫുൾ ഫ്രീ ആണ്. പിന്നെ സെമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്ത ജൂലൈ ഓഗസ്റ്റ്, പിന്നെ ഒരു 10 ദിവസം ബ്രേക്കാണ്. പിന്നെ ഡിസംബറിൽ മാസം ഫുൾ ഹോളിഡേ ആണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ 2 മാസം ഫുൾ ഹോളിഡേ ആണ്. എക്സാംസൊക്കെ കറക്റ്റ് ടൈമിൽ നടക്കും. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇടുന്നത് അവിടുത്തെ അധ്യാപകർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ആക്ച്വലി നല്ല ഈസിയാണ്. ഞാൻ IIT ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് എങ്ങനെയായാലും ഞാനൊക്കെ IITയിൽ പോയിട്ട് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, അവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസ് ആണല്ലോ വരുന്നത്, പറ്റുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ആൻഡ് സിൻസിയറിറ്റി കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് ഏത് സിറ്റുവേഷനിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 2012 എക്സാം IIT JEE എക്സാം കഴിഞ്ഞ് വളരെ സങ്കടത്തോടു കൂടി കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലൂടെ ഞാനും എൻ്റെ ഫാദറും കൂടി നടക്കുന്ന ഒരു മൊമെൻറ്റ് ഞാനിപ്പോഴും ആലോചിക്കുകയാണ്. അത് കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം IIT ഖരഗ്പൂർ കോൺവൊക്കേഷൻ നടക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് റിസീവിങ് ദ സിൽവർ മെഡൽ ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ടോപ്പർ അറ്റ് IIT ഖരഗ്പൂർ. ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് യൂണിവേഴ്സൽ ഓൾസോ played a big part in my life. സോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വെറുതെ ടെൻഷൻ അടിച്ച് കിട്ടില്ല അതൊന്നും നോക്കണ്ട. ജസ്റ്റ് മേക്ക് യൂസ് ഓഫ് ദ ടൈം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കിട്ടും. അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഇതുപോലെ ഞാനും നിങ്ങളെപ്പോലൊക്കെ ഇതുപോലെ സദസ്സിൽ ഇരുന്നുകൊണ്ട് കേട്ടതാണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഇയേഴ്സ് നിങ്ങളിവിടെ വന്ന് ഇതുപോലെ പ്രസംഗിക്കണം, എല്ലാവരും പ്രസംഗിക്കണം. ഇവിടെ സ്റ്റേജിൽ സ്ഥലമില്ലാത്ത രൂപത്തിൽ എല്ലാവരും നല്ല രൂപത്തിൽ ചെയ്യാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് 100% കൊടുത്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഡോണ്ട് വറി, യു ഹാവ്, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേറെയും ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്കൊക്കെ പോകാവുന്നതാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു സാറിന് എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.